ഹലോ, അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ജൂലൈയിൽ നടന്ന സെറ്റ് എക്സാമിന്റെ പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും കണ്ട് നല്ലതുപോലെ പഠിച്ചു തന്നെ പോകണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ക്വസ്റ്റ്യൻസ് നോക്കാം. Which one of the following is not related with the intellectual foundation stones of behavioralism? Options: A. Integration, B. Techniques, C. Communication, D. Qualification. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കമ്മ്യൂണിക്കേഷൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ബിഹേവിയറലിസം എന്നാണ്. നോട്ട് റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അസർഷൻ: ലിബറലിസം ഈസ് എ political and philosophical ideology to establish individual freedom, consent and equality. Reason: all liberal സൊസൈറ്റീസ് പ്രൊമോട്ട് പാർലമെന്ററി ഡെമോക്രസി. അസർഷനിൽ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം, സമ്മതം, സമത്വം എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള രാഷ്ട്രീയവും ദാർശനികവുമായ പ്രത്യയശാസ്ത്രമാണ് ലിബറലിസം. റീസൺ: എല്ലാ ലിബറൽ സൊസൈറ്റീസും പാർലമെന്ററി ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Option B, both A and R are true but R is not the correct explanation of A. Option C, A is true but R is false. Option D, A is false but R is true. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to Marxism, the material conditions of a society, such as its mode of production, are the primary determinants of its social, political and ideological structure. This concept is known as Option A, historical materialism, B, class war, C, withering away of state, D, political dominance. According to Marxism, the material conditions of a society, such as its mode of production, are the primary determinants of its social, political and ideological structure. ഒരു സമൂഹത്തിന്റെ ഭൗതിക അവസ്ഥ അതിന്റെ ഉൽപാദന രീതി പോലെ അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഘടനയുടെ പ്രാഥമിക വ്യവസ്ഥിതിയാണ്. ഈ കൺസെപ്റ്റിനെ അറിയപ്പെടുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഫോർത്ത് ക്വസ്റ്റ്യൻ. പവർ ഈസ് ആൾസോ ലൈക്ക് ലവ് ഈസ് ഈസിയർ ടു എക്സ്പീരിയൻസ് ദാൻ ടു ഡിഫൈൻ ഓർ മെഷർ. ഓപ്ഷൻസ് എ, മോർഗന്തോ, ബി, ജോസഫ് നൈ, സി, റോബർട്ട് എ ഡാൾ, ഡി, മാക്സ് വെബർ. ഹൂ സെഡ് പവർ ഈസ് ആൾസോ ലൈക്ക് ലവ് ഈസ് ഈസിയർ ടു എക്സ്പീരിയൻസ് ദാൻ ടു ഡിഫൈൻ ഓർ മെഷർ. ശക്തിയും സ്നേഹം പോലെയാണ്, നിർവചിക്കുന്നതിനോ അളക്കുന്നതിനോ ഉള്ളതിനേക്കാൾ അനുഭവിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ പറഞ്ഞത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ജോസഫ് നൈ ആണ് ഈ ഒരു കൊട്ടേഷന്റെ ഓഥർ. Fifth question. Assertion: political socialization is the process of transmitting political culture and in which political parties also act an agent. Reason: all political parties strives to maintain a civic political culture. Assertion: political socialization is the process of transmitting political culture and in which political parties also act an agent. രാഷ്ട്രീയ സാമൂഹികവൽക്കരണം എന്നത് രാഷ്ട്രീയ സംസ്കാരം കൈമാറുന്ന പ്രക്രിയയാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു. റീസൺ: ആൾ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്ട്രൈവ്സ് ടു മെയിൻറ്റെയിൻ എ സിവിക് പൊളിറ്റിക്കൽ കൾച്ചർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു നാഗരിക രാഷ്ട്രീയ സംസ്കാരം നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ദി റാഷണൽ ഈസ് റിയൽ ആൻഡ് ദ റിയൽ ഈസ് റാഷണൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹെഗൽ, കാൾ മാർക്സ്, ടി എച്ച് ഗ്രീൻ, ഇമ്മാനുവൽ കാന്റ്. ആൻസർ ഓപ്ഷൻ എ, ഹെഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following are the features of Indian federalism? First,
dual governmental polity. Second, independent judiciary. Third, division of powers between center and federating units. Fourth, bicameralism. Options: A 1 and 4 only, B 2 and 4 only, C 1, 2 and 3 only, D 1, 2, 3 and 4. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4. ഇത് നാലും ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഡ്യുവൽ ഗവൺമെന്റൽ പോളിറ്റി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ഫെഡറേറ്റിംഗ് യൂണിറ്റ്സും ബൈക്യാമറലിസം. The committee which studied about the nexus between criminals and politicians in India. ഇന്ത്യയിലെ ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തെക്കുറിച്ച് സ്റ്റഡി നടത്തിയ കമ്മിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വോഹ്റ കമ്മിറ്റി. Delegated legislation refers to the law-making power conferred by the Parliament to. Options: A judiciary, B estimate committee, C executive, D speaker. Answer option C, executive. Next question: An obstructive practice in legislature through long speech to delay or prevent a new law being made is called guillotining, gerrymandering, ക്ലോഷർ മോഷൻ, ഫിലിബസ്റ്ററിംഗ്. ഒരു പുതിയ നിയമം നിർമ്മിക്കുന്നത് കാലതാമസം വരുത്തുന്നതിനോ തടയുന്നതിനോ ഉള്ള നീണ്ട പ്രസംഗത്തിലൂടെ നിയമസഭയിൽ തടസ്സപ്പെടുത്തുന്ന സമ്പ്രദായത്തെ വിളിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഫിലിബസ്റ്ററിംഗ്. Filibustering, an obstructive practice in legislature through long speech to delay or prevent a new law being made is called filibustering. Next question: Author of The End of Ideology. Mikhail Gorbachev, Kinsey Wright, Daniel Bell, Sorokin. Answer option C, Daniel Bell. Next question: Assertion: International law is not a law in the real sense. Reason: International law does not have an effective judicial system for its implementation. 12th question ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ്: ദി അറബ് സ്പ്രിംഗ് സ്റ്റാർട്ടഡ് ഇൻ യമൻ, ബഹ്റൈൻ, ഈജിപ്റ്റ്, ടുണീഷ്യ. ആൻസർ ഓപ്ഷൻ ഡി, ടുണീഷ്യ. അറബ് വസന്തം ടുണീഷ്യയിലാണ്. Who said Gandhi is dead but Gandhism will live till the stars shine and ocean rolls on? Options: A. Dr. Rajendra Prasad, B. Jawaharlal Nehru, C. Nelson Mandela, D. Dr. B.R. Ambedkar. Gandhi is dead but Gandhism will live till the stars shine and oceans rolls on. ഗാന്ധിജി മരിച്ചു, എന്നാൽ നക്ഷത്രങ്ങൾ തിളങ്ങുകയും സമുദ്രങ്ങൾ ഒഴുകുകയും ചെയ്യുന്നിടത്തോളം കാലം ഗാന്ധിസം നിലനിൽക്കും. ഇങ്ങനെ പറഞ്ഞത് ആര്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഡിഫൈൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് റേഷ്യോ ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ടു സോഷ്യൽ മൊബിലിറ്റി? ഓപ്ഷൻസ്: എ. എഡ്വേർഡ് ഷിൽസ്, ബി. കാർഡോസോ, സി. സാമിർ ആമിൻ, D. Huntington. Who defined political development as a ratio of political institutionalization to social mobility? സാമൂഹിക ചലനാത്മകതയുടെ രാഷ്ട്രീയ സ്ഥാപനവൽക്കരണത്തിന്റെ അനുപാതമായി രാഷ്ട്രീയ വികസനത്തെ ഡിഫൈൻ ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ഹണ്ടിങ്ടൺ. Next question: International politics is the art of influencing, manipulating or controlling major groups so as to advance some against the opposition of others. Who said it? Options: A. Morgenthau, B. Stanley Hoffman, C. Kinsey Wright, D. George Modelsky. International politics is the art of influencing, manipulating or controlling major groups so as to advance some against the opposition of others. മറ്റുള്ളവരുടെ എതിർപ്പിനെതിരെ ചിലരെ മുന്നോട്ട് നയിക്കുന്നതിനായി പ്രധാന ഗ്രൂപ്പുകളെ സ്വാധീനിക്കുകയോ കൈകാര്യം ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന കലയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്വിൻസി റൈറ്റ്.
Next, identify the incorrect match. A. The administrative state Waldo. B. Development administration in Asia Vietnam. C. The elements of administration Urvik. D. The bureaucratic phenomena E.N. Gladden. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ജോഡി ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ബ്യൂറോക്രാറ്റിക് ഫിനോമിന E.N. ഗ്ലാഡൻ, അതാണ് ഇൻകറക്റ്റ് മാച്ച്. നെക്സ്റ്റ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ അപ്പോയിന്റ് അഡീഷണൽ ജഡ്ജസ് ഇൻ എ ഹൈക്കോർട്ട് ഫോർ എ പീരീഡ് ഓഫ് ഓപ്ഷൻ എ 1 year, ഓപ്ഷൻ ബി 2 years, ഓപ്ഷൻ സി 3 years, ഓപ്ഷൻ ഡി നോ ഫിക്സഡ് ടേം. ആൻസർ ഓപ്ഷൻ ബി ആണ് 2 years. Which one of the following is not among the 3 main characteristics of decision making as asserted by Richard Sinder? Option A, sphere of competition. Option B, communication and information. Option C, motivation. Option D, litigation. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിറ്റിഗേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് 3 main characteristics of decision making as asserted by Richard Sinder എന്ന് പഠിക്കാൻ കഴിയും. സ്പിയർ ഓഫ് കോമ്പറ്റീഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, മോട്ടിവേഷൻ. സ്പിയർ ഓഫ് കോമ്പറ്റീഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇതിൽ ഉൾപ്പെടാത്തത് ലിറ്റിഗേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലിറ്റിഗേഷൻ. The fourfold functional analysis of the social system is made by A. Gabriel Almond, B. Sidney Verba, C. Talcott Parsons, D. James Coleman. ആൻസർ ഓപ്ഷൻ സി ആണ്, ടാൽക്കോട്ട് പാഴ്സൺസ്. ദി ഫോർഫോൾഡ് ഫങ്ഷണൽ അനാലിസിസ് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം ഇസ് മെയ്ഡ് ബൈ ടാൽക്കോട്ട് പാഴ്സൺസ്. Next, who among the following has defined civil service as a professional body of officials, permanent, paid and skilled? Options A. Feiner, B. L.D. White, C. Willoughby, D. Fifner. Answer option A. Feiner. Civil service as a professional body of officials, permanent, paid and skilled. ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് ഫൈനർ ആണ്. Next question, the original membership of the League of Nations was? Options A 40, B 41, C 42, D 43. Answer option C 42. The original membership of the League of Nations was 42. Next question, assertion, scientific management believes that the most efficient organization is the most satisfying one. Reason, human relations school believed that the most satisfying organization is the most efficient organization. Assertion, scientific management believes that the most efficient organization is the most satisfying one. ഏറ്റവും കാര്യക്ഷമമായ ഓർഗനൈസേഷനാണ് ഏറ്റവും സംതൃപ്തി നൽകുന്നതെന്ന് സയന്റിഫിക് മാനേജ്മെന്റ് വിശ്വസിക്കുന്നു. Human relations school believed that the most satisfying organization is the most efficient organization. Human relations school ഏറ്റവും സംതൃപ്തി നൽകുന്ന സ്ഥാപനം ഏറ്റവും കാര്യക്ഷമമായ സംഘടനയാണെന്ന് വിശ്വസിച്ചു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Next, the report which pointed out that there exists in India a nexus between the politicians, bureaucrats and criminals. Options A. Sandhanam Committee Report, B. Vahra Committee Report, C. Hota Committee Report, D. Dharmavira Committee Report. ഇതുപോലൊരു ക്വസ്റ്റ്യൻ മുന്നേയും ചോദിച്ചു. ഇതുമായി റിലേറ്റ് ചെയ്ത ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, വോഹ്റ കമ്മിറ്റി റിപ്പോർട്ട്. അരിസ്റ്റോട്ടിൽ അഡ്വക്കേറ്റഡ് ദാറ്റ് ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി ഈസ്? ഓപ്ഷൻസ് എ കോമൺ ഓണർഷിപ്പ് ആൻഡ് കോമൺ യൂസ്, ബി കോമൺ ഓണർഷിപ്പ് ബട്ട് പ്രൈവറ്റ് യൂസ്, സി ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ബട്ട് കോമൺ യൂസ്, ഡി സ്റ്റേറ്റ് ഓണർഷിപ്പ്. ആൻസർ ഓപ്ഷൻ സി, ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ബട്ട് കോമൺ യൂസ്.
Aristotle advocated that the best system of holding property is individual ownership but common use.